ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് വന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് യൂസർ നെയിം. വാട്സപ്പ് യൂസർ നെയിം എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാമെന്നും എങ്ങനെ നമുക്കത് നമ്മളുടേതായിട്ടുള്ള ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഇനി വാട്സപ്പ് യൂസർ നെയിം എടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കാതെ തന്നെ നമുക്ക് നമ്മുടെ യൂസർ നെയിം കൊടുത്തുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ നമ്മൾക്ക് ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ, അതായത് ഇപ്പം നമുക്ക് അപരിചിതനായ ഒരാൾക്ക് നമ്മൾക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാനും വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളുടെ ഫോൺ നമ്പർ കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസർ നെയിം ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം വാട്സപ്പ് യൂസർ നെയിം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ്. കാരണം അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഈ ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എനിക്കിവിടെ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്, നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായും കിട്ടുന്നതായിരിക്കും. കാരണം യൂസർ നെയിം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് യൂസർ നെയിം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം, അതായത് നമ്മളുടെ പേരോ നമ്മളുടെ സ്ഥാപനമോ, അപ്പം അതനുസരിച്ചുള്ള പേരിലുള്ള യൂസർ നെയിം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. കാരണം ഓൾറെഡി ആ ഒരു യൂസർ നെയിം വേറെ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നമുക്കത് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ ആ ഒരു യൂസർ നെയിമിന് വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു വെക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പോൾ അത് കിട്ടില്ല. ഈ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് അപ്രൂവ് തരണം. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ഇത്തരത്തിൽ ഇവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഐക്കണിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ, ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. പ്രൊഫൈൽ ഫോട്ടോയിൽ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് പുതിയ അപ്ഡേറ്റിൽ ഇവിടെ വന്നിട്ടുള്ളത്, യൂസർ നെയിം. കണ്ടോ, ഈ യൂസർ നെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്ത് കാണിക്കാം. അതായത് യൂസർ നെയിം എന്ന ഭാഗത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ 2-3 ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് യൂസർ നെയിം ഉണ്ട്, യൂസ് ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം, യൂസ് ഫേസ്ബുക്ക് യൂസർ നെയിം. അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂസർ നെയിമും ഉണ്ട്, ഓക്കെ, ഫേസ്ബുക്കിലും യൂസർ നെയിം ഉണ്ട്. അപ്പൊ നമ്മളുടെ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കോ വഴി കണക്ട് ചെയ്താൽ നമുക്ക് അതിലെ യൂസർ നെയിം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്വന്തമായി വേറൊരു യൂസർ നെയിം വാട്സപ്പിന് ഇടണമെങ്കിൽ ഇവിടെ യൂസർ നെയിം ക്രിയേറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് റിസർവ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഇപ്പോൾ നിലവിൽ ഈ ഒരു യൂസർ നെയിം നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആക്കത്തില്ല. അതൊന്ന് വെരിഫൈ ചെയ്ത ശേഷം കുറച്ച് ടൈം പീരീഡ് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആക്കത്തുള്ളൂ. അതാണ് റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇത് കണ്ടോ, റിസർവ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, റിസർവ് യൂസർ നെയിം. നിങ്ങൾ ഇവിടെ ആദ്യം എടുക്കുമ്പോഴും റിസർവ് യൂസർ നെയിം എന്ന് പറഞ്ഞാണ് ഇവിടെ വരുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് റിസർവ് യൂസർ നെയിം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അറ്റിട്ട ശേഷമാണ് നമ്മൾ യൂസർ നെയിം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇവിടെ അറ്റ് കിടപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ അറ്റ് അടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാനിപ്പം സെലക്ട് ചെയ്യുന്നത് എൻ്റെ ചാനലിന്റെ പേരിലുള്ള യൂസർ നെയിമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിന്റെയോ നിങ്ങളുടെ പേരോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂസർ നെയിം ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് അവൈലബിൾ ആണെങ്കിൽ ഇവിടെ കാണിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ചാനലിന്റെ പേരിലുള്ള ഇതാണ് ഇവിടെ ഇടുന്നത്. അപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആണ്. കണ്ടോ, എൻ്റെ ചാനലിന്റെ പേരിലുള്ള ഇത് അവൈലബിൾ ആണ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ ഇവിടെ റെഡ് കളറിൽ ഇങ്ങനെ കാണിക്കും. എനിക്കിതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പേരടിച്ച് കാണിക്കാം. അപ്പം നമുക്കത് ഇപ്പം ഒരു പേര് ഞാൻ ഇവിടെ അടിച്ചു. കണ്ടോ, ഇത് അവൈലബിൾ അല്ല. കണ്ടോ, പിന്നെ ഇത്തരത്തിൽ നിങ്ങളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് ഇപ്പം അടിച്ചു, ഇപ്പം യൂസർ നെയിം നോട്ട് അവൈലബിൾ എന്നാണ് വരുന്നതെങ്കിൽ അതിന് അടുത്തായിട്ട് ഏതെങ്കിലും നമ്പറൊക്കെ ചേർത്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയോ ഇയറിൻ്റെയോ ഒക്കെ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത്തരത്തിൽ യൂസർ നെയിം അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇത്തരത്തിൽ കണ്ടോ. അപ്പം നിങ്ങളുടെ പേര് കൊടുക്കുമ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഒരു പേര് കൊടുത്തു, ഇത് അവൈലബിൾ അല്ല, ഇതിനകത്തിലെ ഇത് കൊടുത്തു,
ഇതും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് നോക്കിയിട്ട് അത് ഇങ്ങനെ നമുക്ക് അടിച്ചു നോക്കാം. നമ്പർ അടിച്ചിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ചിട്ട് നമുക്ക് നമ്മളുടെ പേര് അവൈലബിൾ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്പർ കൊടുത്തിട്ട് നമുക്കത് അവൈലബിൾ ആക്കി എടുക്കാം. ഓക്കെ, ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. കണ്ടോ, ഇപ്പൊ എൻ്റെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ അടിച്ചപ്പോൾ ആ ഒരു യൂസർ നെയിം ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആ യൂസർ നെയിം സെലക്ട് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു റിസർവ് ചെയ്ത് വെക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു റിസർവ്ഡ്, എൻ്റെ ചാനലിന്റെ പേരാണ് ഞാൻ ഇവിടെ അടിച്ചത്. അപ്പൊ ആ ഒരു V4 Tech എന്ന് പറഞ്ഞ ചാനലിന്റെ പേര് അടിച്ചപ്പോൾ യു റിസർവ്ഡ് V4 Tech, അതായത് നമ്മളുടെ യൂസർ നെയിം റിസർവ് ചെയ്തു. ഇനി അത് നമ്മൾക്ക് മാത്രമുള്ളതാണ്. ഈ യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ വാട്സപ്പ് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു യൂസർ നെയിം കിട്ടുന്നതാണ്. ഇവിടെ ഡൺ കൊടുത്താൽ നമുക്ക് ഈ ഒരു യൂസർ നെയിം ഇവിടെ കിട്ടുന്നതാണ്. കണ്ടോ, ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ യൂസർ നെയിം, അതായത് യൂസർ നെയിം ആർ കമ്മിങ് സോൺ. യൂസർ നെയിമിന്റെ ഓപ്ഷൻ ഉടനെ വരുന്നുണ്ട്. ഇത് റെഡി ആയ ഉടനെ നമ്മളെ അറിയിക്കുന്നതാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ യൂസർ നെയിം വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് എനേബിൾ ആവുന്ന അപ്പം തന്നെ നമ്മളെ അറിയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കോൺടാക്ട് മീ യൂസർ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവരിവൺ, അതായത് ആർക്ക് വേണമെങ്കിലും നമ്മളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇനി അതല്ല, നമ്മൾ നിശ്ചയിക്കുന്ന ഒരാൾക്ക് മാത്രം നമ്മളെ പിന്നെ യൂസർ നെയിം വെച്ച് കണ്ടാൽ മതിയെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോഡ് വരും, ഡിഫറെന്റ് കീ. അതായത് ഈ ഒരു കീ വെച്ചിട്ട് നമുക്ക് ആ ആള് ഇപ്പൊ നമ്മളൊരു യൂസർ നെയിം വേറെ ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കീയും കൂടെ വെച്ച ശേഷം മാത്രമേ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് വെറുതെ നമ്മളുടെ പേര് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ അടിച്ചു നോക്കുക, അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന യൂസർ നെയിം ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ യൂസർ നെയിം കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു കീയും കൂടെ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഈ നമ്പർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിഫറെന്റ് കീ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കുക. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ സേവ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നത്. കണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു യൂസർ നെയിം എടുക്കുമ്പോൾ നമ്മുടെ ആ കീയും കിട്ടും ഇവിടെ. അപ്പൊ നമ്മൾ യൂസർ നെയിം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കീയും കൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ആൾക്ക് നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മളുടെ പിന്നെ യൂസർ നെയിം നമ്മൾ റിസർവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വാട്സപ്പ് അത് എനേബിൾ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കൊടുത്താലുള്ള ഗുണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ നമ്പർ കൊടുക്കാതെ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ഒക്കെ സാധിക്കും. അതോടൊപ്പം ചില ആൾക്കാർ നമ്മളുടെ നമ്പർ കൊടുത്തിട്ട് നമ്മളെ അനാവശ്യമായി പല ഗ്രൂപ്പിലും ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ യൂസർ നെയിം ചേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു അവസരത്തിൽ വിചാരിക്കുവാണ് തിരിച്ച് ഈ ഒരു യൂസർ നെയിമിൽ തന്നെ വേണമെന്ന് വിചാരിച്ചാൽ പിന്നീട് കിട്ടില്ല. കാരണം ഇതിനോട് ഇടയ്ക്ക് ആരെങ്കിലും ഈ യൂസർ നെയിം എടുത്തു കഴിഞ്ഞാൽ അത് പോകും, പിന്നെ നമുക്കത് കിട്ടത്തില്ല. അപ്പം മാക്സിമം നിങ്ങൾ എടുക്കുന്ന യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാതെ സൂക്ഷിക്കുക. പിന്നെ ഇപ്പോൾ നിലവിൽ ഇംഗ്ലീഷ് മാത്രമേ കിട്ടുകയുള്ളൂ. ഇംഗ്ലീഷിനകത്ത് നമുക്ക് ഈ ഒരു ലെറ്റർ, അതായത് നമുക്ക് എന്താണ് അറ്റ് ഹാഷ് അങ്ങനെയുള്ള സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ 4 3 2 ഇങ്ങനെ നമ്പേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസർ നെയിം നിങ്ങൾ ഇപ്പോൾ തന്നെ റിസർവ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ യൂസർ നെയിം വാട്സപ്പ് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂസർ നെയിം കിട്ടുന്നതായിരിക്കും. മറ്റൊരാള് നമ്മളുടെ യൂസർ നെയിം വെച്ചിട്ട് എങ്ങനെയാണ് മറ്റൊരാൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വേറൊരാളുടെ യൂസർ നെയിം നമുക്ക് തന്നാൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ഹോം പേജിൽ തന്നെ മേളിൽ തന്നെ ഇത്തരത്തിൽ അറ്റ അടിച്ചിട്ട് നമുക്ക് നമ്മളുടെ ആ ഒരു യൂസർ നെയിം എന്താണ്, ആരെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. ഇപ്പോൾ അത് എനേബിൾ ആയിട്ടില്ല. എനേബിൾ ആകുമ്പോൾ അത് നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം ആർക്കെങ്കിലും കൊടുത്തിട്ട് നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന യൂസർ നെയിം സെർച്ച് ചെയ്താൽ ആ ആൾക്ക് ഇത്തരത്തിൽ ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിം കണ്ടെത്തി നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വെക്കുക. കാരണം യൂസർ നെയിം പെട്ടെന്ന് എടുത്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട യൂസർ നെയിം നമ്മുടെ പേരിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ യൂസർ നെയിം നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസിനായി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.